കുറച്ച് മാത്രം കഴിക്കാറുള്ളൂ. പക്ഷെ ബെല്ലി ഫാറ്റ് മാത്രം കുറയുന്നില്ല. അപ്പോൾ ഈ ബെല്ലി ഫാറ്റ് വരാനുള്ള കാരണം ഓവർ ഈറ്റിംഗ് മാത്രമല്ല. അപ്പോൾ എന്തൊക്കെ കാരണങ്ങളാണെന്ന് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ബോഡി ബേൺ ചെയ്യുന്നതിലധികം നമ്മൾ കാലറി എടുക്കുന്നൊരവസ്ഥ, അതായത് എസ്പെഷ്യലി നമ്മൾ ജങ്ക് ഫുഡും ഷുഗറി ഡ്രിങ്ക്സും കഴിക്കുന്നൊരവസ്ഥ എന്ന് പറയുന്നത് എക്സസൈസ് കുറയുമ്പോൾ, അതായത് നമ്മൾ കൂടുതലായിട്ട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ, നമ്മുടെ മൂവ്മെന്റ്സ് ഒക്കെ കുറയുമ്പോൾ നമുക്ക് ബെല്ലി ഫാറ്റ് കൂടാനുള്ള ചാൻസസ് കൂടുതലാണ്. നമ്മൾ സ്ട്രെസ് ഈറ്റിംഗ് നമ്മുടെ ബോഡി ഫാറ്റ് ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് മാറാനും ചാൻസസ് കൂടുതലാണ്. സ്ലീപ്പ്, നമ്മൾ ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അത് ഹങ്കർ ഹോർമോണെ എഫക്റ്റ് ചെയ്യുകയും ഓവർ ഈറ്റിംഗ് ചെയ്യാനുള്ള ടെൻഡൻസിയും കൂടും. ചിലരിൽ ഹോർമോൺ അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻ, എസ്പെഷ്യലി ഈ തൈറോയ്ഡ് ഇഷ്യൂസ്, PCOS, ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഇതൊക്കെ ബെല്ലി ഫാറ്റ് കൂടാനുള്ള ഒരു ചാൻസും കൂടിയാണ്. ജെനറ്റിക്സ്, ചിലവരിൽ വയറിന് ചുറ്റും ഫാറ്റ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടുതലാണ്. പിന്നെ ഏജ് കൂടുമ്പോഴും നമ്മുടെ മസിൽ മാസ് കുറയുമ്പോൾ നമ്മുടെ ഫാറ്റ് ഡിസ്ട്രിബ്യൂഷൻ മാറാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. നമുക്ക് ബെല്ലി ഫാറ്റ് കൂടാൻ എല്ലാവരിലും ഒരേ കാരണം ആവണം എന്നില്ല. നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള മാജിക് ഡ്രിങ്കോ അഥവാ മാജിക് എക്സസൈസോ മാത്രം കൊണ്ട് നമുക്ക് ബെല്ലി ഫാറ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കില്ല. നമ്മൾ കറക്റ്റായിട്ടുള്ള ന്യൂട്രീഷൻ എടുക്കണം, അതേപോലെ തന്നെ എക്സസൈസ്, ഉറക്കം പ്രോപ്പറാക്കണം, സ്ട്രെസ് മാനേജ് ചെയ്യണം. കൺസിസ്റ്റൻസിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം. നമ്മൾ പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ബൈ.